ചെറുപയർ വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന തരത്തിലുള്ള നല്ലൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപയറാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ചെറുപയർ ഞാനിവിടെ ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതൊന്ന് വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി അത്രയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പച്ചമുളക് എടുക്കുന്ന സമയത്ത് അത് എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ 2 എണ്ണമൊക്കെ മതിയാവും. ഇത് എരിവ് കുറച്ച് കുറവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് 3 എണ്ണം ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം വാലാൻ വെച്ചിട്ടുള്ള ചെറുപയറുണ്ടല്ലോ അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറുപയർ നന്നായിട്ട് വെള്ളം ഒന്ന് പോയി കിട്ടണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില അതുപോലെ തന്നെ മല്ലിയിലയാണ് വേണ്ടത്. മല്ലിയില ഞാനിവിടെ വീട്ടിലുണ്ടായിട്ടുള്ള മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. കറിവേപ്പില അതുപോലെ ഒന്ന് 2 അല്ലി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുത്തിയരിഞ്ഞതാണ്. അതുകൂടി നമ്മൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വറുത്ത് കോരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമ്മളിതാ ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെറുപയറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുളകളാക്കിയിട്ട് നമ്മൾ കൈവെള്ളയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണയാക്കുന്നത് നന്നാവും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കയ്യിലൊന്ന് പെട്ടെന്ന് തന്നെ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നടുവിലായിട്ട് ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിതാ ഇതുപോലെ ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ സ്നാക്ക് റെഡിയായി. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചെറുപയർ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ കുറച്ചൊരു ഗ്രീനിഷ് കളറായിട്ടാണ് കേട്ടോ കിട്ടുക. നമുക്ക് മുരിഞ്ഞിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മുരിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചെറുപയർ ഇഷ്ടപ്പെടാത്ത നമ്മളെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊന്നും അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്നും പറയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്